الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهد الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، فكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ഈദുൽ ഫിത്ർ സുദിനത്തിൽ ആദ്യമായി എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സുദിനം സന്തോഷത്തോടും സമാധാനത്തോടും കൂടി കൊണ്ടാടുവാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഈ തക്ബീർ ധ്വനികൾ മുഴക്കിക്കൊണ്ടാണ് മുസ്ലിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുന്നത്. പെരുന്നാളിൻ്റെ സന്ദേശം തന്നെ ഈ തക്ബീർ ധ്വനികളാണ്. അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്നതാണ് അല്ലാഹു അക്ബർ എന്ന വാക്കിൻ്റെ അർത്ഥം. അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ, അവൻ മാത്രമാണ് ആരാധനക്കർഹൻ, എല്ലാ സ്തുതിയും അള്ളാഹുവിന് മാത്രമാകുന്നു എന്നാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കുന്ന ഒരു ദിവസം, കൂടുതൽ ഓർക്കുന്ന ഒരു ദിവസം, അള്ളാഹുവിൻ്റെ നാമം ഏറ്റവും കൂടുതൽ വാഴ്ത്തപ്പെടുന്ന ഒരു ദിവസം, അള്ളാഹുവിനെക്കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് സൃഷ്ടിച്ചിട്ടുള്ള സർവ സൃഷ്ടികളെക്കുറിച്ചും മനുഷ്യ സമൂഹത്തെക്കുറിച്ചുമൊക്കെ വിശാലമായി ആലോചിക്കേണ്ട ഒരു സമയമാണിത്. മനുഷ്യരെല്ലാവരും ഒരേ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. അള്ളാഹുവാണ്, ദൈവമാണ് മനുഷ്യരെ എല്ലാം സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ ഒരേ പടച്ചവൻ്റെ സൃഷ്ടികൾ എന്ന നിലക്ക് മനുഷ്യർക്കിടയിൽ ഒരൈക്യം ആവശ്യമാണ്. അതിൽ ദൈവവിശ്വാസികളും ദൈവവിശ്വാസമില്ലാത്തവരുമുണ്ട്. അതിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മറ്റ് മതവിശ്വാസികളുമുണ്ട്. അതിൽ പല ഭാഷകൾ സംസാരിക്കുന്നവരും പല പ്രദേശങ്ങളിൽ ജീവിക്കുന്നവരും പല നിറത്തിലുള്ളവരും പല സാംസ്കാരിക പൈതൃകങ്ങൾ പിൻപറ്റിപ്പോരുന്നവരുമുണ്ട്. എന്തെന്തെല്ലാം വ്യത്യാസങ്ങളും വൈവിധ്യങ്ങളും ഉണ്ടെങ്കിലും മനുഷ്യരെല്ലാവരും ഒരു ദൈവത്തിൻ്റെ സൃഷ്ടികളാകുന്നു എന്നത് അവർക്കിടയിൽ മനുഷ്യനെന്ന നിലക്കുള്ള ഒരൈക്യവും സ്നേഹവും വളർത്തിയെടുക്കാൻ അത് കാരണമാവണം. അതുപോലെ തന്നെ മനുഷ്യരെല്ലാവരും ഒരേ മാതാവിൻ്റെയും ഒരേ പിതാവിൻ്റെയും മക്കളാണ്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസാ. മനുഷ്യരെ, നിങ്ങളെ എല്ലാവരെയും നാം സൃഷ്ടിച്ചത് ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നുമാണ്. ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നുമാണ് മനുഷ്യരെ, നിങ്ങളെ എല്ലാവരെയും നാം സൃഷ്ടിച്ചത് എന്ന് അള്ളാഹു മനുഷ്യരെ വിളിച്ചാണ് പറയുന്നത്. മുസ്ലിങ്ങളോട് മാത്രമല്ല, വിശ്വാസികളോട് മാത്രമല്ല, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ എന്നാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യർ അവരാരായാലും അവർക്കിടയിൽ ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളെന്ന നിലക്കുള്ള ഒരു സാഹോദര്യ ബന്ധമുണ്ടാവണം. ഞാൻ ഈ സൂചിപ്പിച്ച വിധത്തിൽ എല്ലാ മനുഷ്യരും ഒരു ദൈവത്തിൻ്റെ സൃഷ്ടികളാണെന്നും എല്ലാ മനുഷ്യരും ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണെന്നുമുള്ള ബോധം വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം വളർത്തിയെടുത്താൽ
ഇന്ന് നാം അനുഭവിക്കുന്ന കുറേ പ്രയാസങ്ങൾ ഇല്ലാതാക്കാം. വർഗീയത, വിഭാഗീയത, തീവ്രവാദം, മനുഷ്യരെ കണ്ടുകൂടാത്ത അവസ്ഥ, അതിൽ പലതും മതത്തിൻ്റെ പേരിൽ ഉണ്ടാകുന്നു. മതത്തിൻ്റെ പേരിൽ ആളുകളെ വെറുക്കുന്നു, ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് ആളുകളെ ആക്രമിക്കുന്നു. അങ്ങനെ സംഘർഷങ്ങളും സംഘട്ടനങ്ങളും സമാധാനമില്ലാത്ത ദിനരാത്രങ്ങളും നാം അനുഭവിക്കേണ്ടി വരുന്നു. ഈ പെരുന്നാൾ ദിനത്തിൽ അല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിക്കുന്ന നമ്മൾ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കണം എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുവാനും എല്ലാ മനുഷ്യരെയും ബഹുമാനിക്കുവാനും എല്ലാവരോടും നന്മ ചെയ്യുവാനും ഉത്തരവാദപ്പെട്ടവനാണ് ഞാൻ എന്ന് നാം തീരുമാനിക്കുകയും പ്രതിജ്ഞയെടുക്കുകയും ചെയ്യണം. അതോടൊപ്പം വർഗീയതക്കും വിഭാഗീയതക്കും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും എതിരെ ഒന്നിച്ച് നിൽക്കാൻ കഴിയണം. ഒന്നിച്ച് നിൽക്കാൻ ഞാനും എൻ്റെ കൂട്ടത്തിലുള്ള ആളുകളും തെറ്റ് ചെയ്താൽ അതിൻ്റെ കൂടെ എന്ന ഒരു ധാരണ ഇന്ന് പലർക്കുമുണ്ട്. മുസ്ലിങ്ങളിലും ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലുമൊക്കെ ആ തരത്തിലുള്ള ചിന്തകളും ധ്രുവീകരണങ്ങളും ഉണ്ടാകുന്നുണ്ട്. അത് ശരിയല്ല, അത് ശരിയല്ല. ആരാണ് അക്രമി? ആ അക്രമിക്കെതിരിലായിരിക്കണം നമ്മൾ. അതാരായാലും ശരി. ആ നിലയിൽ മനുഷ്യരെ മനുഷ്യരായി കാണാനുള്ള വികസിച്ച ഒരു മനസ്സാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും വലിയ മനുഷ്യ സ്നേഹിയായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യർക്കും അദ്ദേഹത്തിന്റെ കാരുണ്യം ലഭിച്ചിരുന്നു. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ആലമീൻ ലോകർക്ക് മുഴുവനും, ലോകങ്ങൾക്ക് മുഴുവനും കാരുണ്യമായിട്ടല്ലാതെ താങ്കളെ നാം അയച്ചിട്ടില്ല എന്ന് അല്ലാഹു തആല ഖുർആനിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നു. മനുഷ്യർക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും സസ്യങ്ങൾക്കും ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങൾക്കും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കാരുണ്യം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. കരുണയോടുകൂടി പെരുമാറിയിട്ടുണ്ട് എന്നതാണ്. ഈ ഭൂമി വളരെ ശുദ്ധമാണ്. ഇതിലെ വായുവും വെള്ളവും ഇവിടെയുള്ള മുഴുവൻ വസ്തുക്കളും ശുദ്ധമാണ്, മനുഷ്യന് ഉപകാരപ്പെട്ടതാണ്. എന്നാൽ ഇന്നെന്താണ് അവസ്ഥ? നമ്മുടെ വായുവിൽ വിഷമാണ്, നമ്മുടെ വെള്ളം വിഷലിപ്തമാണ്, നമ്മുടെ പരിസ്ഥിതി ആകെ നാശമായിരിക്കുകയാണ്. ഇതൊക്കെ ആരുണ്ടാക്കി? മനുഷ്യരുണ്ടാക്കി. വഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്ർ ബിമാ കസബത്ത് ഐദിൻ നാസ്. മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി കടലിലും കടലിലും നാശം വെളിവായിരിക്കുന്നു എന്നാണ്. നാശം, കുഴപ്പം ഇത് ഉണ്ടായത് മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ട് എന്നാണ്. ഈ ലോകം ഇങ്ങനെ നിലനിൽക്കണമെങ്കിൽ ഒരു പാരസ്പര്യം ആവശ്യമുണ്ട്. മനുഷ്യനും മൃഗങ്ങളും സസ്യങ്ങളും പരിസ്ഥിതിയും ഒക്കെയായ ഒരു പാരസ്പര്യം ഒന്ന് മറ്റൊന്നുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഇവിടെ ഇപ്പോൾ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാഹു തആല വെച്ച ആ ഒരു സന്തുലിതാവസ്ഥ മാറ്റം വരുത്തിയപ്പോൾ മനുഷ്യൻ വിഷമിച്ചു. മരങ്ങളെല്ലാം മുറിച്ച് തീർത്തപ്പോൾ മനുഷ്യൻ അതിൻ്റെ വിഷമങ്ങളുണ്ടായി. നീർത്തടങ്ങൾ മുഴുവനും മണ്ണിട്ട് തീർത്തപ്പോൾ മനുഷ്യൻ അതിൻ്റെ പ്രയാസങ്ങളുണ്ടായി. കുന്നുകളും മലകളുമൊക്കെ ഇടിച്ചു നിരത്തിയപ്പോൾ മനുഷ്യൻ അതിൻ്റെ പ്രയാസങ്ങളുണ്ടായി. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് ഈ പ്രകൃതിയുടെ സ്വച്ഛമായ രൂപം നിലനിർത്തിക്കൊണ്ടുള്ള വികസനമാണ് നമ്മളൊക്കെ ആരംഭിക്കേണ്ടതും നമ്മളൊക്കെ ശീലമാക്കേണ്ടതും എന്നതാണ്. ഇന്നത്തെ മനുഷ്യൻ ചിന്തിക്കുന്നത് ഇപ്പോഴത്തെ നന്മയാണ്. ഇപ്പോഴത്തെ നന്മ, എനിക്കിപ്പോൾ എന്ത് കിട്ടും? എൻ്റെ മുൻഗാമികൾ ചെയ്തു വെച്ച നന്മയാണ് ഞാൻ അനുഭവിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കുന്നില്ല. ഞാൻ പറയട്ടെ, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മരങ്ങൾ 50 വർഷവും 100 വർഷവും പഴക്കമുള്ള മരങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു വീട് നിർമ്മാണത്തിനും മറ്റും. നമ്മൾ ഉണ്ടാക്കിയതല്ല. ഒരുപക്ഷെ നമ്മുടെ പിതാവും കുഴിച്ചിട്ടതല്ല, അദ്ദേഹത്തിൻ്റെ പിതാവായിരിക്കും കുഴിച്ചിട്ടത്. അങ്ങനെ ഭാവിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നമ്മൾ തയ്യാറുണ്ടോ? ഇപ്പോൾ കർഷകർ ഏതെങ്കിലും ഒരാൾ ഒരു മരം ചെടി കുഴിച്ചിടുകയാണെങ്കിൽ അയാൾ ആലോചിക്കുന്നത് 2 കൊല്ലം കൊണ്ട് 4 കൊല്ലം കൊണ്ട് മുറിച്ചു വെക്കാൻ പറ്റുന്ന ഐറ്റം ഏതാണെന്ന്. അത് എനിക്ക് തന്നെ കിട്ടണം എന്നാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ ഒരാൾ ഖിയാമത്ത് നാൾ കാണും. ഖിയാമത്ത് നാൾ വരികയാണ്. ആകാശം പൊട്ടിപ്പിളരുന്നു, സൂര്യചന്ദ്രന്മാർ ഉതിർന്നു വീഴുന്നു, കടലുകൾക്ക് തീപിടുത്തമുണ്ടാകുന്നു. ആ സമയത്ത് വഫീ യദി അഹദിക്കും ഫസീല, ഒരാളുടെ കയ്യിൽ ഒരു ചെടി ഉണ്ടെന്ന് വിചാരിക്കാം.
ഒരു ചെടി ഫല്യഗ്രിസ്ഹ, അതിനെ കുഴിച്ചിടണം. ചെടി നടണം. എപ്പോ? ഖിയാമത്ത് നാളാണ് വരുന്നത്. ഈ ഹദീസിന് 2 രൂപത്തിൽ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഖിയാമത്ത് നാൾ തന്നെ. അപ്പൊ ഖിയാമത്ത് നാളാണെന്ന് തോന്നുന്നു ഇതെല്ലാം കൂടി കണ്ട്. അപ്പൊ എന്തിനാ ചെടി കുഴിച്ചിടുന്നത്? അപ്പൊ ചെടി കുഴിച്ചിടുന്നത് എന്തിനാ? അതിനൊരു അർത്ഥമുണ്ട്. എന്താണെന്നറിയോ? ഖിയാമത്ത് നാൾ അല്ലെങ്കിലോ, ഒരു ഭൂമി കുലുക്കം ഉണ്ടായതാണെങ്കിലോ, വേറെന്തെങ്കിലും സംഭവിച്ചാൽ അപ്പൊ ഭാവിയെ മുമ്പിൽ കണ്ടുകൊണ്ട് അത് കുഴിച്ചിടണം. മറ്റൊരർത്ഥം ഓരോ മനുഷ്യനും ഒരു ഖിയാമത്തുണ്ട് എന്നാ, മരണമാണത്. മരിക്കാൻ പോകുന്ന സമയത്താണെങ്കിൽ പോലും കയ്യിലുള്ള ചെടി കുഴിച്ചിടണം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അത്രത്തോളം ചെടിയെ, കൃഷിയെ, പരിസ്ഥിതിയെ ആദരിക്കുകയും അതിനെ വളർത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്നതാണ്. മനുഷ്യന്റെ സ്നേഹം എത്ര വ്യാപകമാണ് ഉണ്ടാവേണ്ടത് എന്നറിയോ? മനുഷ്യൻ സ്നേഹത്തോട് കരുണയോടുകൂടി പെരുമാറേണ്ടത്. ഒരു പൂച്ചയെ കെട്ടിയിട്ട ഒരു സ്ത്രീ നരകത്തിൽ പോകാൻ കാരണമായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പൂച്ചയെ കെട്ടിയിട്ടു, അതിന് വെള്ളം കൊടുത്തില്ല, ഭക്ഷണം കൊടുത്തില്ല, എവിടെങ്കിലും പോയി തിന്നോട്ടെ എന്നുള്ള തുറന്നു വിട്ടതുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ആ സ്ത്രീ നരകത്തിൽ പോകാൻ കാരണമായി എന്നാണ്. ഒരു പൂച്ചയെ കെട്ടിയിട്ടു, വെള്ളം കൊടുക്കാതെ, ഭക്ഷണം കൊടുക്കാതെ ഉപദ്രവിച്ചതിന്. നേരെ മറിച്ചൊരു സംഭവം പറഞ്ഞു. ദാഹിച്ചു വലഞ്ഞ് നാക്കിട്ടടിച്ചു വരുന്ന ഒരു നായക്ക് വെള്ളം മുക്കി കൊടുത്തു ഒരാൾ. അയാൾ പാപിയായിരുന്നു, കുറ്റവാളിയായിരുന്നു. നായ ദാഹിച്ചു വരുന്നു കണ്ടപ്പോൾ ഇയാൾക്ക് തോന്നി, ദാഹിച്ച ഒരു മൃഗമല്ലേ, അതിനും ദാഹമല്ലേ. അതിന് കിണറിലിറങ്ങി ഷൂസിൽ വെള്ളം കോരിയെടുത്ത് പുറത്തു കൊണ്ടുവന്ന് ആ നായക്ക് ഒഴിച്ചു കൊടുത്തു. ആ കാരുണ്യത്തിന്റെ പേരിൽ, വലിയൊരു പുണ്യകർമ്മം ചെയ്തതിന്റെ പേരിൽ അയാൾ സ്വർഗാവകാശിയായി എന്ന്. നമ്മൾ എങ്ങനെയാകണം എന്നുള്ളതിന് വലിയ ഉദാഹരണമാണിത്. നമ്മൾ മനസ്സിലാക്കണം. വലി തുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും വലഅല്ലക്കും തഷ്കുറൂൻ. ഇന്ന് പെരുന്നാൾ ദിവസത്തിൽ നമ്മൾ ചെയ്യുന്നത് എന്താ? വലി തുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും. നിങ്ങൾക്ക് ഹിദായത്ത് തന്നതിന് നിങ്ങൾ അള്ളാഹുവിൻ്റെ തക്ബീർ, പ്രകീർത്തനം ചെയ്യുക എന്നതാണ്. അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുക. അതാണ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറയുന്നത്. എന്തിനാണ് നമ്മൾ ഈ തക്ബീർ ചെയ്യുന്നത്? അലാ മാ ഹദാക്കും, നിങ്ങൾക്ക് ഹിദായത്ത് തന്നതിൻ്റെ പേരിൽ, നിങ്ങൾക്ക് മാർഗദർശനം തന്നതിൻ്റെ പേരിൽ. ഒരു വലിയ സംഭവമാണത്. ഖുർആൻ അവതരിച്ച മാസമാണ് റമദാൻ. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ ഇറങ്ങി എന്നതുകൊണ്ടാണ് റമദാനിന്റെ മഹത്വം, മറ്റൊന്നുമല്ല. അതൊരു വലിയ സംഭവമാണെന്നുള്ളത്. മനുഷ്യർക്ക് മാർഗദർശനം. മുൻ വേദങ്ങളെല്ലാം ഖുർആൻ അംഗീകരിക്കുന്നു. അതൊരു വലിയ സംഭവമല്ലേ? മുൻ വേദങ്ങളെ തള്ളിപ്പറയുന്നില്ല, മുൻ പ്രവാചകന്മാരെ നിഷേധിക്കുന്നില്ല. അപ്പൊ മുൻ പ്രവാചകന്മാരെയും അവർ കൊണ്ടുവന്ന വേദഗ്രന്ഥങ്ങളെയും നിയമങ്ങളെയും ഒക്കെ അംഗീകരിക്കുകയും ആ നിയമങ്ങളുടെ പുനഃപ്പതിപ്പാണ്, അവസാന പതിപ്പാണ് എന്ന നിലയ്ക്ക് ഖുർആനെ പരിചയപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ട് അല്ലാഹു തആല നൽകിയ ഈ മാർഗദർശനം അള്ളാഹുവിനെ എന്നും വാഴ്ത്താൻ മാത്രം വലുതായി എന്ന് നമുക്ക് അനുഭവപ്പെട്ടോ? നമ്മൾ ജനിച്ചങ്ങനെ മുസ്ലിങ്ങളായി, കുറച്ചാളുകളൊക്കെ വായിച്ചു പഠിച്ചിട്ടും എവിടെ ഹിദായത്ത്? ഹിദായത്ത് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള ഈ നിയമങ്ങളുടെ മഹത്വമാണ്, അതിൻ്റെ പ്രായോഗികതയാണ്, അതിൻ്റെ അനിവാര്യതയാണ്, അതിൻ്റെ ശാസ്ത്രീയതയാണ്. മനുഷ്യ ജീവിതത്തിൽ അത് എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു എന്നതാണ്. ആദ്യമായി വിശ്വാസമെടുക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല. കാരണം ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചവനായ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക എന്നാണ്. അള്ളാഹു ആണ് സൃഷ്ടിച്ചത്, സൃഷ്ടാവ് ഒരുത്തനേയുള്ളൂ. ഏത് മതവിശ്വാസത്തിലും ആളുകൾ വിശ്വസിക്കുന്നത് സൃഷ്ടാവ് ഒരുത്തനാണ്, ദൈവം ഏകനാണ്. പരബ്രഹ്മം എന്ന് പറയുന്ന ഏകനായ ആ ദൈവം ഒരാൾ മാത്രമാണ്. ആണെങ്കിൽ ആ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ബുദ്ധിപരമായി ചിന്തിച്ചു നോക്കൂ, ഒന്നിലധികം ദൈവം ഉണ്ടായാൽ എന്താ? ദൈവം സർവശക്തനും സർവജ്ഞനും സർവലോക രക്ഷിതാവുമാവണമെന്ന് എല്ലാവർക്കും അറിയാം. അതാ ഖുർആൻ പറഞ്ഞത്, ഒന്നിലധികം ദൈവമുണ്ടായാൽ ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഗൈറുല്ലാഹ് ലഫസദത. ആകാശങ്ങളിലും ഭൂമിയിലും അള്ളാഹു അല്ലാത്ത ഒരു ദൈവമുണ്ടെങ്കിൽ ഉണ്ടായാൽ ഇതൊക്കെ തകർന്നു പോകും. ഒരു ദൈവം മഴ പെയ്യണം എന്നാഗ്രഹിച്ചു, മറ്റൊരു ദൈവം മഴ പെയ്യണ്ട എന്നും തീരുമാനിച്ചാലോ ദൈവങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളും സംഘട്ടനങ്ങളുമാകും, ഭൂമി നശിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ ബുദ്ധിപരമായി തന്നെ ദൈവം ഏകനാണ് എന്നത് സമ്മതിക്കേണ്ടത് നിർബന്ധമാണ്. ഒന്നിലധികം ദൈവമുണ്ട് എന്ന് പറയുന്നത് ബുദ്ധിപരമായി ശരിയല്ല, പ്രാമാണികമായും ശരിയല്ല.
വേദപുസ്തകങ്ങൾ അംഗീകരിക്കുന്നുമില്ല. ആ ദൈവം മനുഷ്യരിൽ ഏറ്റവും നല്ലവരായ ആളുകളെ തെരഞ്ഞെടുത്ത് മാർഗദർശനത്തിന് അയക്കുന്നു. പ്രവാചകന്മാർ, അംബിയ, മുർസലീങ്ങൾ. ഇതും എല്ലാ മതങ്ങൾക്കും അംഗീകരിക്കാൻ കഴിയുന്ന തത്വമാണ്. ആ മാർഗദർശനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം, ഈ ജീവിതത്തിൽ നന്നായി ജീവിച്ച ആളുകൾക്ക് വരും ജീവിതത്തിൽ നന്മ കിട്ടും, സ്വർഗം. ഈ ജീവിതത്തിൽ മോശമായി ജീവിച്ചവർക്ക് അടുത്ത ജീവിതത്തിൽ ശിക്ഷ കിട്ടും, നരകം. കർമ്മഫലം അനുഭവിച്ചേ മതിയാകൂ എന്ന സന്ദേശം. ഇതും എല്ലാ മതങ്ങളുടെയും അടിസ്ഥാന ആദർശമാണ്. എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചതാണ്. എല്ലാ മതഗ്രന്ഥങ്ങളുടെയും വേദപുസ്തകങ്ങളുടെയും ഉപനിഷത്തുക്കളുടെയും എല്ലാ മതഗ്രന്ഥങ്ങളുടെയും അടിസ്ഥാന സന്ദേശമാണ്. ഏകദൈവ വിശ്വാസം, പ്രവാചക വിശ്വാസം, പരലോക വിശ്വാസം. ബാക്കി വിശ്വാസങ്ങളൊക്കെ ഇതിനോട് ചേർത്ത് നമുക്ക് വിശദീകരിക്കാവുന്നതുമായ കാര്യമാണ്. പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങളിലെ വിശ്വാസവും മലക്കുകളിലുള്ള വിശ്വാസവും ഖളാ ഖദറിലുള്ള വിശ്വാസവും ഇതൊക്കെ ഈമാൻ പൂർത്തിയാകുന്നതിന് ആവശ്യമായ ഘടകങ്ങളുമാണ്. ഇനി ആരാധനകൾ നോക്കൂ. എന്താ അല്ലാഹ് തന്ന ഹിദായത്ത്? വിശ്വാസം മനസ്സിലായില്ലേ? വളരെ ക്ലിയറാണ്, വ്യക്തമാണ്, കൃത്യമാണ്. അവ്യക്തതയൊന്നുമില്ല. ഫിലോസഫിയായി അവതരിപ്പിക്കേണ്ടതില്ല. അള്ളാഹു നമ്മെ സൃഷ്ടിച്ചു, അവൻ മാത്രമാണ് സൃഷ്ടാവ്, എങ്കിൽ അവന് മാത്രമാണ് ഇബാദത്ത്. ആരാധനകളും നോക്കൂ നിങ്ങൾ. നമുക്ക് അള്ളാഹു നിശ്ചയിച്ചെന്ന ആരാധനകൾ, നമസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, ഹജ്ജുണ്ട്, വേറെയും ആരാധനകളും പുണ്യകർമ്മങ്ങളുമുണ്ട്. ഇത് ഓരോന്നും എടുത്തു നോക്കിയാൽ അത് തന്നെയാണ് ഏറ്റവും മെച്ചം എന്ന് കാണാം. വെറും പൂജകളും ധ്യാനങ്ങളും ഉപാസനകളും അല്ലല്ലോ ഇസ്ലാമിലെ ആരാധന. ഇപ്പോൾ നമ്പർ 1, ഒന്നാമത്തെ നമസ്കാരം. അതിൻ്റെ സമയം നോക്കൂ. എഴുന്നേറ്റ് വന്ന് ആദ്യം സുബഹി നമസ്കരിക്കുന്നു, തുടക്കമാണത്. അല്പം ജോലി കഴിഞ്ഞ് അല്പം ഒന്ന് വിശ്രമിക്കുമ്പോൾ അടുത്ത നമസ്കാരം ളുഹ്റ് വന്നു. വൈകുന്നേരം അസർ, സന്ധ്യാനേരത്ത് മഗ്രിബ്. ഒരു ദിവസത്തെ ഏതാണ്ട് എല്ലാ പ്രവർത്തനവും കഴിഞ്ഞ് ഉറങ്ങുന്നതിന് മുമ്പ് ഇശാ നമസ്കരിക്കുന്നു. ഈ നമസ്കാരമൊക്കെ വഅഖിമി സ്വലാത്ത ലിദിക്രി, എന്നെ ഓർക്കാൻ നമസ്കാരത്തെ നിങ്ങൾ നിലനിർത്തുക. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നമസ്കാരം മോശമായ കാര്യങ്ങളിൽ നിന്നും ചീത്ത പ്രവർത്തനങ്ങളിൽ നിന്നും മനുഷ്യനെ തടയും. നന്നാകണമോ? എപ്പോഴും അള്ളാഹനെ ഓർക്കുക. മറക്കാൻ സമയമില്ലാത്ത വിധം ആവർത്തിച്ചു വരുന്നു നമസ്കാരം. അത് ഏറ്റവും വലിയ ഒരു ഉപദേശമാണ്, ഏറ്റവും വലിയ ഒരു ഗുണപാഠമാണ്, ഏറ്റവും വലിയ ഒരു ഓർമ്മപ്പെടുത്തലുമാണ് അത് അള്ളാഹുവിനെ കുറിച്ചുള്ള. സക്കാത്ത് കൊടുക്കുമ്പോൾ ആളുകൾ കൂടുതൽ ആർദ്രതാവുന്നു. എൻ്റെ ധനം എൻ്റേതു മാത്രമല്ല, നിയമപരമായി തന്നെ ഇതിൻ്റെ നിശ്ചിത ശതമാനം മറ്റാളുകളുടേതാണ്, കൊടുത്തേ മതിയാവും. സാമൂഹിക സുരക്ഷയ്ക്ക് വേണ്ടി ഇതിനേക്കാൾ വലിയൊരു നിയമം പറയാൻ കഴിയില്ല. നിങ്ങൾ ടാക്സ് വെക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ നിർബന്ധമായി പിരിവാർത്തുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആരും കാണാതെ, ആരും നിർബന്ധിക്കാതെ, ഇഷ്ടപ്പെട്ട് ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും രൂപ മുസ്ലിങ്ങൾ എടുത്ത് പാവങ്ങൾക്ക് നൽകുന്നത് അതിൻ്റെ ഏറ്റവും വലിയൊരു സന്ദേശമായി കാണും. ഹിദായത്തിൻ്റെ മഹത്വമാണത്. നോമ്പ് നമ്മൾ ഈ ഒരു മാസക്കാലം കേട്ടു. സഹനം, ക്ഷമ, വിട്ടുവീഴ്ച, ചെറുതായി കൊടുക്കൽ, ഒഴിഞ്ഞു പോവൽ, ഇതെല്ലാം നമ്മിൽ വളരേണ്ട നല്ല നല്ല ഗുണങ്ങളാണ്. അപ്പം നിങ്ങൾ നോക്കൂ, ഇസ്ലാമിലെ ഏതൊരു ആരാധന, ഹജ്ജായാലും മറ്റ് ഇബാദത്തുകളൊക്കെ ആയാലും അതിൻ്റെതായ ഗുണമുണ്ട്, അതിൻ്റെതായ ഉപയോഗമുണ്ട്, അതിൻ്റെതായ ശാസ്ത്രീയതയുണ്ട്, അതിൻ്റെതായ സത്ഫലങ്ങൾ സമൂഹത്തിൽ കാണാനും സാധിക്കും. അതുകൊണ്ട് തന്നെ വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും, നിങ്ങൾക്ക് ഹിദായത്ത് തന്നതിൻ്റെ പേരിൽ നിങ്ങൾ അള്ളാഹുവിന് തക്ബീർ ചെയ്യാനും വലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ ശുക്ർ കാണിക്കുന്നവരാവാനും വേണ്ടി എന്ന്. ഇത് നമ്മൾ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നം. കഴിഞ്ഞ ഒരു മാസക്കാലമായി എല്ലാ പത്രങ്ങളും എല്ലാ ചാനലുകളും എല്ലാ പഠന കേന്ദ്രങ്ങളും വിഷയമാക്കുന്നത് മാരക രോഗങ്ങളാണ്. മാരക രോഗങ്ങൾ, ഏറ്റവും പ്രധാനമായി 3 രോഗങ്ങൾ ഉയർന്നു വരുന്നു. ക്യാൻസർ വരുന്നു, കിഡ്നി പോകുന്നു, ഹാർട്ട് കേടുവരുന്നു. മാരകമായ രോഗങ്ങൾ. ഈ രോഗങ്ങൾക്ക് ചികിത്സക്കായി ആളുകൾ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കുന്നു. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് രോഗി മരിച്ചു പോകുന്നു. അപ്പോഴേക്കും കുടുംബം തകർന്നു പോകുന്നു, സാമ്പത്തികമായും മാനസികമായും. ഇതെന്തുകൊണ്ട് എന്നതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ആവശ്യപ്പെട്ടല്ലോ. ഇന്ന ഫുഡ് നിരോധിക്കണം, ടിൻ ഭക്ഷണം ഒഴിവാക്കണം, ജങ്ക് ഫുഡ് ഉപയോഗിക്കാൻ പാടില്ല, അതുമാതിരി പല ഓയിലുകളും വിഷമാണ്, പലതും അങ്ങനെ പലതും നിരോധിച്ചുകൊണ്ടിരിക്കും. പല മരുന്നുകളും. വൈദ്യശാസ്ത്രം ഇത്രയേറെ പുരോഗമിച്ചിട്ടും ഇത്രയധികം മെഡിക്കൽ കോളേജുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഈ മാരക രോഗങ്ങൾക്ക് വേണ്ട ചികിത്സയില്ലാതെ പോയി? അവർ പറയുന്നു ഇത് പരിഹാരമല്ല. ഇപ്പൊ കോഴിക്കോട്ട് തന്നെ
കിഡ്നി പേഷ്യൻസിന് സഹായം ചെയ്യാൻ വേണ്ടി രൂപീകരിച്ച സ്നേഹസ്പർശം പദ്ധതി നടപ്പിലാക്കുന്ന ഡോക്ടർമാർ പറഞ്ഞു, നമ്മൾ ഈ പള്ളിയിലും പിരിവടത്തിനും ഡയാലിസിസിന് പൈസ കൊടുക്കാൻ. 2 മാസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ സംഘാടകർ വിളിച്ചു പറഞ്ഞാൽ ഇത് പരിഹാരമല്ല. ഓരോ വീട്ടിലും ഓരോ ഡയാലിസിസ് മെഷീൻ വേണ്ടി വരും ഉടനെ. ഇത് പരിഹാരമല്ല. പരിഹാരം എന്താ? നമ്മൾ എന്ത് കഴിക്കുന്നു, നമ്മൾ എന്ത് തിന്നുന്നു, നമ്മൾ എന്ത് കുടിക്കുന്നു, ഇത് ആലോചിച്ചിട്ടുണ്ടോ? ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു തആല നമ്മോട് പറഞ്ഞത് കുലൂ മിൻ തയ്യിബാത്തി മാ റസഖ്നാക്കും, നിങ്ങൾക്ക് നാം നൽകിയതിൽ തയ്യിബായത് തിന്നണം. ഹലാലൻ തയ്യിബൻ, ഹലാലാവണം, തയ്യിബാവണം, നല്ലതാവണം. ആ നല്ലത് എന്ന് പറഞ്ഞതിൽ പഴകിയ വസ്ത്രങ്ങൾ, ഭക്ഷണം നല്ലതല്ല, വിഷമുള്ളത് നല്ലതല്ല, അതുപോലത്തെ രോഗകാരണമാവുന്നത് നല്ലതല്ല, പോഷകമില്ലാത്തത് നല്ലതല്ല. അപ്പൊ ആഹാര രംഗത്ത് പോലും നാം അള്ളാഹുവിലേക്ക് മടങ്ങണം എന്നതാണ്. ഹിദായത്തിന്റെ വില അവിടെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരെന്ന നിലയിൽ നാം ഈ സന്ദർഭത്തിൽ ആലോചിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നാം നമ്മുടെ ബാധ്യത നിർവഹിച്ചു. നോക്കൂ, നമ്മളിപ്പോൾ പെരുന്നാൾ നിസ്കാരത്തിന് ഇവിടെ വന്നു, തക്ബീർ ചൊല്ലിക്കൊണ്ട് വന്നു, പുതിയ വസ്ത്രങ്ങൾ ധരിച്ചു, സുഗന്ധം പൂശി, പരസ്പരം ഈദ് മുബാറക് ആശംസകൾ കൈമാറി. ആലോചിച്ചു നോക്കൂ, ഇതിനൊന്നും കഴിയാത്ത കുറേ ആളുകളില്ലേ നമ്മുടെ വീടുകളിൽ, നാടുകളിൽ രോഗികളായി കിടക്കുന്നു, വാർദ്ധക്യത്തിലുള്ള ആളുകൾ. ഇവരിൽ പലരെയും നമ്മൾ പിന്നെ ഇനി കാണാൻ പോകുന്നത് മരിച്ചു എന്ന് കേട്ട ശേഷമാണ്. എത്രയെത്ര മരണങ്ങൾ നാം കേൾക്കും. നമ്മൾ വിചാരിക്കും പോണമെന്ന് ആഗ്രഹിച്ചിരുന്നു, കഴിഞ്ഞില്ല. രോഗമായിരുന്നു എന്ന് അയാൾ ചൊല്ലി അയച്ചിരുന്നു, പോകാൻ നേരമുണ്ടായില്ല. ആരെപ്പറ്റിയാണ് ഞാൻ പറയുന്നറിയോ? സ്വന്തം കുടുംബത്തിൽപ്പെട്ട ആളുകളെക്കുറിച്ച്, സ്വന്തം അയൽവാസികളെക്കുറിച്ച്. സുഹൃത്തുക്കളെ, ഇന്നൊരു സുദിനമാണ്, പെരുന്നാൾ സുദിനം. നിങ്ങൾ എവിടെ പോയിട്ടില്ലെങ്കിലും നിങ്ങൾ ഇവരെ പരിഗണിക്കുക, അവരുടെ അടുത്ത് പോയിരിക്കുക, അവരുടെ കുശലം അന്വേഷിക്കുക, അവരുമായി കുശലങ്ങൾ ചർച്ച ചെയ്യുക, രോഗവിവരങ്ങൾ അറിയുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സാമ്പത്തിക സഹായം ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. അവരാഗ്രഹിക്കും, അവർ താല്പര്യം കാണിക്കും. പോയി നോക്കൂ, നിങ്ങൾ ഇന്ന് മറ്റ് ആഘോഷങ്ങളും ആനന്ദങ്ങളും ചിലതൊക്കെ ഒന്ന് കുറച്ച് ഇതിലേക്ക് ഇന്നത്തെ സമയം നിങ്ങൾ നീക്കിവെക്കണം എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. മുസ്ലിം ലോകം കുറെ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇടക്ക് വന്നിട്ടുള്ള മുല്ലപ്പൂ വിപ്ലവമെന്നോ അറബ് വസന്തമെന്നോ പേരിൽ പാശ്ചാത്യ ലോകവും അറിയാതെ പൗരസ്ത്യ ലോകവും കൊട്ടിഘോഷിച്ചിരുന്ന അറബ് വസന്തം ആകെ നാശമായി. അന്ന് തന്നെ ബുദ്ധിയുള്ള വിവരമുള്ള ചിലർ പറഞ്ഞിരുന്നു, നാട്ടിൽ കുഴപ്പമുണ്ടാക്കിയിട്ട് ഒരു കാര്യവുമില്ല എന്ന്. അറബ് രാജ്യങ്ങളിൽ ശാന്തരായി ജീവിച്ചു പോന്നിരുന്നു ആളുകൾ. തൊഴിലെടുക്കുന്നവർക്ക് വേതനമുണ്ടായിരുന്നു, എല്ലാ സ്ഥലങ്ങളിലും ശാന്തതയുണ്ടായിരുന്നു, അക്രമവും കുഴപ്പവുമില്ലാത്ത രീതിയായിരുന്നു. പക്ഷേ ജനാധിപത്യത്തിനാണ് ഇതിനേക്കാൾ വില എന്ന് മനസ്സിലാക്കി ജനാധിപത്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ആളുകൾ തെരുവിലിറങ്ങി. ഭരണമില്ലാത്ത അവസ്ഥ പല രാജ്യങ്ങളിലും ഉണ്ടായി. വർഗം തിരിഞ്ഞ്, ചേരി തിരിഞ്ഞ് അക്രമങ്ങൾ ഉണ്ടായി. ചില പ്രദേശങ്ങളിൽ, ഇപ്പൊ ഈജിപ്തിലും സിറിയയിലും യമനിലും മറ്റ് പല പ്രദേശങ്ങളിലും നോക്കിയാൽ അരക്ഷിതാവസ്ഥയും മനുഷ്യർക്ക് നിയമമില്ലാത്ത രൂപവും, അവിടെ കൊലപാതകങ്ങളും വധശിക്ഷകളും, മനുഷ്യന് സമാധാനമില്ലാത്ത അവസ്ഥയും ഉണ്ടായി. ഇതൊരു വലിയ വിഷയമാണ്. നമുക്കെന്ത് ചെയ്യാൻ കഴിയും? ആ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രദേശങ്ങളിൽ ശാന്തതയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു വിഷയം, ഇസ്ലാം എന്നും വിമർശന വിധേയമായിട്ടുണ്ട്. വിമർശനങ്ങൾക്ക് വേണ്ടി മാത്രം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കളാൽ. അവരുണ്ടാക്കിയ ഇസ്ലാമിക പഠന കേന്ദ്രങ്ങളുണ്ട് ഇസ്ലാമിനെ നശിപ്പിക്കാൻ. അവർ പുറത്തിറക്കുന്ന ഇസ്ലാമിക ഗ്രന്ഥങ്ങളുണ്ട് അറബി ഭാഷയിൽ പോലും ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ. ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് വെബ്സൈറ്റുകളുണ്ട് ഇസ്ലാമിന്റെ മുഖം വികൃതമാക്കാൻ. പക്ഷേ അത് മുഴുവനും മുസ്ലിങ്ങൾ കണ്ടുപിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് ഇസ്ലാമല്ല, ഇവർ മുസ്ലിങ്ങളല്ല, ഈ സ്ഥാപനം ഇസ്ലാമിൻ്റേതല്ല. പുറമേ നിന്നുണ്ടാകുന്ന ഏത് ഗൂഢാലോചനയും തിരിച്ചറിയാൻ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞു. എന്നാൽ ഇന്നത്തെ പ്രശ്നം, ഇസ്ലാമിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ ഉള്ളിൽ തന്നെയുള്ള ആളുകൾ ഇസ്ലാമിന്റെ മുഖം വികൃതമാക്കുന്നു എന്നതാണ്. താലിബാൻ വന്ന സമയത്ത് നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞു, ആ രീതി ഇസ്ലാമികമല്ല. ഇറാനിൽ വിപ്ലവമുണ്ടായി അവിടെ നടപ്പിലാക്കിയ പല നിയമങ്ങളുടെയും പ്രാകൃത രൂപം കണ്ടപ്പോൾ മുസ്ലിം ലോകത്തുള്ള ആളുകൾ പറഞ്ഞു, ആ രീതി ഇസ്ലാമികമല്ല. പിന്നീട് അൽ ഖായിദ വന്നു, ബൊക്കോ ഹറാം വന്നു. അവസാനം ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന പേരിൽ ഇമാമുൽ മുഅ്മിനീൻ അല്ലെങ്കിൽ ഖലീഫത്തുൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാള്
ഭരണം പ്രഖ്യാപിച്ചു. ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട്, അറബിയിൽ ദായിഷ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറാഖിലും സിറിയയിലും പലരും ആവേശഭരിതരായി. പക്ഷേ അതിൻ്റെ പോക്ക് നമ്മൾ തിരിച്ചറിഞ്ഞു. മുസ്ലിം ലോകത്തിന് നൂറ്റാണ്ടുകളോളം ദുഷ്പേര് വരുത്തിവെക്കുന്ന, മോശം അനുഭവമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളാണ് അവർ ഇസ്ലാമിൻ്റെ പേരിൽ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലും ചില ആളുകളുണ്ട്, അവരെ കൊണ്ടാണ് ഇസ്ലാമിന് ദോഷം. തീവ്രവാദികളാകും. എന്ത് ന്യായം പറഞ്ഞാലും തീവ്രവാദം ഇസ്ലാമികമല്ല, വർഗീയവാദം ഇസ്ലാമികമല്ല. ഇതുപോലെ ബഹുസ്വര സമൂഹത്തിൽ വ്യത്യസ്ത മതങ്ങളും കാഴ്ചപ്പാടുകളുമുള്ള ആളുകളുമായി സ്നേഹവും ബഹുമാനവും സഹിഷ്ണുതയും പുലർത്തിപ്പോവുക എന്നത്, അതാണ് ഇസ്ലാം പഠിപ്പിച്ച അടിസ്ഥാന നിർദ്ദേശങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വർഗീയതക്കെതിരായിരുന്നു, വിഭാഗീയതക്കെതിരായിരുന്നു. ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സ്വന്തക്കാരനെ രക്ഷപ്പെടുത്തുക എന്ന ആ ഒരു സിദ്ധാന്തത്തിനെതിരായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളും താൽക്കാലികമായ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി തീവ്രവാദികളുടെ കൂടെ അവരോടുമായി രാജിയായി ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകുന്ന രീതി പാടില്ലാത്തതാണ്. നാം മുസ്ലിങ്ങളാണ്, മനുഷ്യ സ്നേഹികളാണ്, വിട്ടുവീഴ്ചയുള്ളവരാണ്, ആളുകളെ ബഹുമാനിക്കുന്നവരാണ് എന്നറിയണം. മുസ്ലിം ലോകത്ത് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. മ്യാൻമാർ, ബർമ്മയിൽ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗം, അവരെ അവിടെ നാട്ടിപ്പുറത്താക്കി, വെട്ടിക്കൊന്നു. അവരെ വീടുകൾ തീയിട്ട് നശിപ്പിച്ചു. കുറേ ആളുകൾ കപ്പലിൽ കയറി രക്ഷപ്പെടാൻ നോക്കി. നാം കണ്ടു, റമദാനിൻ്റെ തൊട്ടു മുമ്പായി നാം പത്രങ്ങളിലും ചാനലുകളിലൂടെ നമ്മൾ അറിഞ്ഞത് എന്താ? ആയിരക്കണക്കിന് ആളുകൾ നടുക്കടലിലാണ്. അവരാരും സ്വീകരിക്കാൻ തയ്യാറില്ല. കുറേ ആളുകൾ മരിച്ചുപോയി, കുറേ ആളുകൾ എവിടെയൊക്കെയോ എത്തിപ്പെട്ടു. ആ നിലയിലുള്ള ഒരു അനുഭവം നിലനിൽക്കുമ്പോൾ നാം എന്ത് ചെയ്യും? നാം ഈ രാജ്യത്താണ്, അവർ മറ്റൊരു രാജ്യത്താണ്. ഒന്നാമതായി നാം പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ മധ്യ ആഫ്രിക്കയിലുള്ള അവസ്ഥയും അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. അവരോട് നമുക്ക് ഐക്യദാർഢ്യമുണ്ടാവണം. അവരെ സഹായിക്കാൻ കഴിയുന്ന എന്തെങ്കിലും വഴികൾ ഉണ്ടെങ്കിൽ സഹായിക്കാൻ നോക്കണം. നമ്മൾ അങ്ങനെ ഒരു പദ്ധതി പ്ലാൻ ചെയ്യുന്നുണ്ട്, പിന്നീട് അത് വിശദീകരിക്കും. ഇന്ത്യയിൽ എത്തിപ്പെട്ടിട്ടുണ്ട് 2-3 വർഷമായി കുറേ ആളുകൾ, ഈ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ. അവർ റമദാനിന് ഇവിടെ വന്നിരുന്നു. അവർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, സാമ്പത്തിക സഹായം വേണ്ടതുണ്ട്. നിയമപരമായി എങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അത് ഒരു പൂർണ്ണ രൂപത്തിലെത്തിയാൽ നിങ്ങളെ അറിയിക്കുമ്പോൾ നിങ്ങൾ സഹായം ചെയ്യണം എന്നുകൂടി അറിയിക്കുകയാണ്. ഒരു കാര്യവും കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മാതാപിതാക്കളും മക്കളും, ഭാര്യയും ഭർത്താവും, ഇതാണല്ലോ കുടുംബത്തിൻ്റെ ഏറ്റവും ചെറിയ ഘടകം. ഇവർ തമ്മിലുള്ള ബന്ധം വിശാലമാകാനും ഹൃദ്യമാവാനും ആനന്ദകരമാവാനും നാം വിട്ടുവീഴ്ച ചെയ്യണം. ഭാര്യ, എന്നെ ഭർത്താവ് ശ്രദ്ധിച്ചില്ലല്ലോ, ഭർത്താവ് എന്നെ ഭാര്യ പരിഗണിക്കുന്നില്ലല്ലോ, മക്കൾ പിതാവിനെ ശ്രദ്ധിക്കുന്നില്ലല്ലോ, പിതാവ് മക്കളെ ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്ന അനുഭവങ്ങൾ ഉണ്ടാവരുത്. എവിടെയെങ്കിലും ആർക്കെങ്കിലും പോരായ്മകൾ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അവനറിയാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ അയാൾക്ക് തിരിയാത്തത് കൊണ്ടാവാം, അവൾ മനസ്സിലാക്കാത്തത് കൊണ്ടാവാം, പോട്ടെ എന്ന് വെക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക. സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യേണ്ടതുണ്ട്? എൻ്റെ വാപ്പാക്ക് ഞാൻ എന്ത് ചെയ്യേണ്ടതുണ്ട്? എൻ്റെ ഉമ്മാക്ക്, എൻ്റെ അനുജന്, എൻ്റെ ജ്യേഷ്ഠൻ, എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ മക്കൾക്ക് ഞാൻ എന്ത് ചെയ്യേണ്ടതുണ്ട്? നിങ്ങളൊരാൾ മകനാണെങ്കിലും മകളാണെങ്കിലും ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും പിതാവാണെങ്കിലും മാതാവാണെങ്കിലും മക്കളാണെങ്കിലും ആലോചിക്കുക, എനിക്ക് എന്തെല്ലാം ആൾ ചെയ്യണം എന്നതിലേറെ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എൻ്റെ വാപ്പയോട്, ഉമ്മയോട്, ഭാര്യയോട്, മക്കളോട്, ഭർത്താവിനോട്, സഹോദരന്മാരോട് ഞാൻ ചെയ്യേണ്ടത് ചെയ്തോ എന്ന്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നോക്കൂ, ആളുകൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്നു. പ്രത്യേകിച്ചും പ്രായം ചെന്ന മാതാപിതാക്കൾ. എത്ര കുട്ടികളുണ്ടായാലും മതിയാവാത്ത അവസ്ഥ ഒരു സമയത്ത് അങ്ങനെയാണ് ഇപ്പോൾ വരുന്നത്. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടികൾക്ക് അവരുടെ തൊഴിൽ, അവരുടെ ജോലി, അവരുടെ പ്രവർത്തനങ്ങൾ അതുണ്ടാകും. പക്ഷെ ഒരു കാര്യം, ഇതിലേക്ക് 2 കണ്ണ് അല്ലെ 3 കണ്ണ് നിങ്ങൾക്കുണ്ടാവണം. നിങ്ങളുടെ വാപ്പയാണ്, നിങ്ങളുടെ ഉമ്മയാണ്. മക്കൾ എല്ലാവരും അവരുടെ ആവശ്യത്തിന് പോവുകയും ആരും നോക്കാനില്ലാതെ ആവുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിക്കൂടാ. മുസ്ലിം സമൂഹത്തിൽ അള്ളാഹിൻ്റെ അനുഗ്രഹത്താൽ ആരും തെരുവിലെടുത്തിരുന്നില്ല. അതും നമ്മൾ കാണുന്നു. പല സമുദായങ്ങളിലും തെരുവിൽ കൊണ്ടുപോയിടുന്നു, ക്ഷേത്രനടയിൽ കൊണ്ടുപോയി തള്ളുന്നു, വൃദ്ധസദനങ്ങളിലാക്കുന്നു. മക്കൾ കഴിവുള്ളവർ, നമ്മൾ മാനസികമായി അവരോട് സ്നേഹം പുലർത്തിക്കൊണ്ട് അവരെ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ കൂടെ ജീവിച്ചുകൊണ്ട് നമ്മുടെ കൂടെ അവരെ ജീവിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു കാര്യവും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മളിവിടെ പെരുന്നാളുകൾക്ക് ഇവിടെ കലക്ഷൻ നടത്തും, ഇന്നും നടത്തും. ഇന്ന് നടത്തുന്നത് എറണാകുളം ജില്ലയിലെ സജീവ ഇസ്ലാമിക പ്രവർത്തകൻ
ആയിരുന്ന മായിൻ എന്നൊരു സുഹൃത്ത് മരിച്ചുപോയി കഴിഞ്ഞ വെള്ളിയാഴ്ച 8 ദിവസം മുമ്പ്. അദ്ദേഹം മരിച്ചത് ഒരു ഹോസ്പിറ്റലിലെ പാവപ്പെട്ട രോഗികൾക്കും കൂടെയുള്ളവർക്കും നോമ്പ് തുറക്കാനുള്ള ഇഫ്താർ സാധനങ്ങൾ വാങ്ങി അത് വിതരണം ചെയ്യുന്ന പ്രവർത്തനം കഴിഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു ബൈക്കിൻ്റെ പുറകിലിരുന്ന് പോകുമ്പോൾ അതിന് വേറൊരു വാഹനമിടിച്ച് അവിടുന്ന് മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ പേര് മായിൻ എന്നാണ്. ആ മായിൻ്റെ പ്രത്യേകത എന്താ പറയുക? മായിൻ യത്തീമാണ്. മായിൻ ആരുമില്ല, മാതാവില്ല, പിതാവില്ല, സഹോദരങ്ങളില്ല, സുഹൃത്തുക്കളെ ഉള്ളൂ, കുടുംബങ്ങൾ ആരുമില്ല, വീടില്ല, വാടക വീട്ടില്ല. മായിൻ വിവാഹം ചെയ്തത് ഓർഫനായ ഒരു കുട്ടിയാണ്. ആ കുട്ടിക്കും ആരുമില്ല. ഇപ്പം ചെറിയ 3 മക്കളുണ്ട്. അപ്പം നമ്മുടെ ബാധ്യതയാണ് അവരെ സഹായിക്കുക എന്നുള്ളത്. അവർക്ക് വീടുണ്ടാക്കണം, അവർക്ക് എല്ലാ കാലവും ജീവിച്ചു പോരാൻ എന്തെങ്കിലും ഒരു സ്വത്ത്, ഒരു വസ്തു, ഒരു കെട്ടിടം വാങ്ങിയിട്ട് അവർക്ക് വാടക കിട്ടണം. അതിന് സലാഹുദ്ദീൻ മദനി രക്ഷാധികാരിയായിട്ടൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. എറണാകുളത്താണ് ഈ സംഭവം. അതിലേക്ക് നമ്മൾ സഹായം ചെയ്യണം. നമുക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ നമ്മുടെ കുട്ടികളെ ആളുകൾ ഏറ്റെടുക്കേണ്ടതാണല്ലോ എന്ന നിലയിൽ നമ്മൾ ഓർക്കുക, കൈയഴിഞ്ഞ് സഹായിക്കുക. ഇവിടെ ഇന്ന് കലക്ഷൻ നടത്തും. ഇനി ആരെങ്കിലും പൈസ അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഏൽപ്പിച്ചാൽ നമ്മൾ എത്തിച്ചു കൊടുക്കും. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ മരിച്ചുപോയാൽ അയാളുടെ ബാധ്യതയും അയാളുടെ സംരക്ഷണവും നമ്മൾ ഏറ്റെടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും മരിച്ചാൽ അയാളുടെ സ്വത്തുക്കൾ അയാളുടെ അവകാശികൾക്കാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും കടമുണ്ടെങ്കിൽ അത് എന്നിലേക്കാണ്, ഞാനാണ് ഏറ്റെടുക്കുന്നത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ആ നിലക്ക് ഇതിനോട് സഹകരിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. നിങ്ങൾ സഹായിക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ അള്ളാഹുവേ, സമാധാനവും ശാന്തിയുമുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നീ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ രോഗികളായി കിടക്കുന്ന എത്രയോ ആളുകൾ, പ്രത്യേകിച്ച് ദുആ ചെയ്യണമേ എന്നാവശ്യപ്പെട്ടിട്ടുള്ള ആളുകളുണ്ട്. അള്ളാഹുവേ, ആ രോഗികളുടെ രോഗങ്ങളെ നീ എത്രയും പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കണമേ. ശാരീരികവും മാനസികവും സാമ്പത്തികവുമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ, സഹോദരിമാർ, സഹോദരന്മാർ, അവരുടെ എല്ലാ പ്രയാസങ്ങളെയും അള്ളാഹുവേ നീ ദൂരീകരിച്ച് തരണമേ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ എത്രയോ ആളുകൾ, ഞങ്ങളുടെ കൂടെ ജീവിക്കേണ്ട പ്രായത്തിലുള്ള ആളുകൾ, ആ മരണപ്പെട്ടു പോയ ആളുകൾക്ക്, ഞങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും കുടുംബാദികളുമായ ഈ സുഹൃത്തുക്കൾക്ക്, മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹുവേ നീ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുവേ, അവരുടെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണമേ. അള്ളാഹുവേ, അവരുടെ ഖബറിടം നീ പ്രകാശപൂരിതമാക്കി കൊടുക്കണമേ. ഇസ്ലാമും മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അതിജീവിക്കുവാനുള്ള വിശ്വാസത്തിൻ്റെ ശക്തി നൽകി ഈ സമുദായത്തെ നീ അനുഗ്രഹിക്കണമേ. ഇസ്ലാമിൻ്റെ സ്നേഹ സന്ദേശവും സമാധാന കാഴ്ചപ്പാടുകളും ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുവാൻ മുസ്ലിം സമൂഹത്തിന് സൗഭാഗ്യം നൽകി നീ അനുഗ്രഹിക്കണമേ. അള്ളാഹുവേ, ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങളെ നീ ഞങ്ങൾക്ക് ദൂരീകരിച്ച് തരണമേ. പടച്ചവനെ, വിവാഹപ്രായം എത്തി നിൽക്കുന്ന കുഞ്ഞുങ്ങളുള്ള ഒരുപാട് ആളുകൾ, സാമ്പത്തിക പ്രയാസത്തിൻ്റെയും മറ്റു പലതിൻ്റെയും പേരിൽ വിവാഹം നടക്കാതെ പോയിട്ടുള്ള ഞങ്ങളുടെ മക്കൾ, ആ മക്കൾക്ക് യഥാസമയത്ത് വധൂവരന്മാരെ നൽകി നീ ഞങ്ങളെ സഹായിക്കണമേ. അള്ളാഹുവേ, മുസ്ലിം സമൂഹത്തിൻ്റെ ഐക്യവും ഭദ്രതയും നീ കാത്തു സൂക്ഷിക്കണമേ. ഇസ്ലാമിക സാഹോദര്യം കാത്തു സൂക്ഷിക്കുന്ന വിശാല മനസ്കരായി നീ ഞങ്ങളെ വളർത്തിയെടുക്കണമേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم. السلام عليكم.